5 തരം നമസ്കാരക്കാരെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പരിചയപ്പെടുത്തുന്നുണ്ട്. നമസ്കരിക്കുന്ന 5 വിഭാഗം ആളുകൾ, നമസ്കരിക്കാത്തവരെ കുറിച്ചല്ല. ഒന്നാമത്തെ വിഭാഗം തങ്ങളുടെ നമസ്കാരത്തിലൂടെ ശിക്ഷിക്കപ്പെടുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം മുഹാസബുൻ ബിഹ, ആ നമസ്കാരത്തിലൂടെ വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. മൂന്നാമത്തെ വിഭാഗം ആ നമസ്കാരത്തിലൂടെ പുറത്തു കൊടുക്കപ്പെടുന്നവരാണ്. നാലാമത്തെ വിഭാഗം ആ നമസ്കാരത്തിലൂടെ പ്രതിഫലം നൽകപ്പെടുന്നവരാണ്. അഞ്ചാമത്തെ വിഭാഗം ആ നമസ്കാരത്തിലൂടെ സാമീപ്യം സിദ്ധിക്കുന്നവരാണ്. ഒന്നാമത്തെ വിഭാഗം നമസ്കാരത്തിലൂടെ ശിക്ഷിക്കപ്പെടുന്നവർ. അവരുടെ പ്രത്യേകത, അവർ നിസ്കരിക്കുമ്പോൾ റുക്കുനുകളും ഷർത്തുകളും ഒന്നും പൂർത്തീകരിക്കാതെ, അതിനെ ഒന്നും ഗൗനിക്കാതെ എങ്ങനെയൊക്കെയോ നമസ്കരിക്കുന്നവരാണ്. അതായത് ഒന്നും എടുക്കൂല, അതുപോലെ തന്നെ ബാക്കിയുള്ള അർക്കാനുകളൊന്നും പൂർത്തിയാക്കില്ല. അങ്ങനെ നമസ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അധ്യാപകരെ കാണിക്കാൻ, രക്ഷിതാക്കളെ കാണിക്കാൻ, അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ അവരുടെ ശമ്പള വർധനവിനും മറ്റും വേണ്ടി തങ്ങളുടെ ബോസുമാരെ അല്ലെങ്കിൽ മുതലാളികളെ കാണിക്കാനൊക്കെ ചിലപ്പോൾ അങ്ങനെ അഭിനയിച്ച് നമസ്കരിക്കാറുണ്ട്, ഒന്നും എടുക്കാതെ. അവരുടെ നമസ്കാരത്തിലൂടെ ശിക്ഷ വാങ്ങിവെക്കും. രണ്ടാമത്തെ വിഭാഗം നമസ്കാരത്തിലൂടെ വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. അവരുടെ പ്രത്യേകത, അവർ നമസ്കാരത്തിൽ റുക്കുനുകളും ഷർത്തുകളൊക്കെ പൂർത്തീകരിക്കുമെങ്കിലും നമസ്കാരത്തിൽ യാതൊരു ചിന്തയും ഉണ്ടാവില്ല. അവർ ഏത് റക്കായത്തിലാണെന്ന് ചോദിച്ചാൽ പോലും അവർക്കൊരു ബോധം ഉണ്ടാവില്ല, എവിടേക്കോ ചിന്തിച്ച് നമസ്കരിക്കുന്നു. മൂന്നാമത്തെ വിഭാഗം നമസ്കാരത്തിലൂടെ പുറത്തു കൊടുക്കപ്പെടുന്നവരാണ്. അവർ റുക്കുനുകൾ ഷർത്തുകളൊക്കെ പൂർത്തിയാക്കും, അതോടൊപ്പം തന്നെ നമസ്കാരത്തിൽ പരമാവധി ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും, അധ്വാനിക്കും. പക്ഷേ ശ്രദ്ധയും ബോധമൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവർ അധ്വാനിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും. നാലാമത്തെ വിഭാഗം നമസ്കാരത്തിലൂടെ പ്രതിഫലം നൽകപ്പെടുന്നവരാണ്. അവർ ഷർത്തുകളും ഫർളുകളൊക്കെ പൂർത്തിയാക്കും, നമസ്കാരത്തിൽ ശ്രദ്ധ കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിക്കും. അവർക്ക് ആ ശ്രദ്ധ കിട്ടിയിട്ടുണ്ടാവും, അവർക്ക് ആ നമസ്കാരത്തിലൂടെ പ്രതിഫലം നൽകപ്പെടും. എന്നാൽ അഞ്ചാമതൊരു വിഭാഗമുണ്ട്. അവരുടെ പ്രത്യേകത, അവർ റുക്കനുകളും ഷർത്തുകളും ഒക്കെ പൂർത്തിയാക്കുന്നതിനോടൊപ്പം ശ്രദ്ധ കൊണ്ടുവരുന്നതിനോടുകൂടി തന്നെ അവർ ആ നമസ്കാരത്തിലൂടെ ഒരുതരം മാധുര്യം ആസ്വദിക്കുന്നവരാണ്. യതലദ്ദൂന ബിഹ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. നമസ്കാരത്തിലൂടെ ഒരു പ്രത്യേക മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നവർ, അവരാണ് മുഖറബൂൻ, അള്ളാഹുവിലേക്ക് നമസ്കാരത്തിലൂടെ സാമീപ്യം സിദ്ധിക്കുന്നവർ, അള്ളാഹുവിലേക്ക്, റബ്ബിലേക്ക് അടുക്കുന്നവർ. ഇങ്ങനെ 5 തരം നമസ്കാരക്കാരെ നമുക്ക് പരിചയപ്പെടുത്തുന്ന അദ്ദേഹം. ഈ 5 കൂട്ടക്കാരിൽ നാം എവിടെ നിൽക്കുന്നു എന്ന് എപ്പോഴും നാം ആലോചിക്കണം. നമുക്ക് എത്തേണ്ടത് 5ാമത്തെ കൂട്ടത്തിലേക്കാണ്, അൽ മുഖറബൂന ബിഹ. നമസ്കാരത്തിലൂടെ മാധുര്യം ആസ്വദിച്ച് റബ്ബിലേക്ക് അടുക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമുക്ക് എത്തേണ്ടത്. അതെത്താൻ അധികം വലിയ പ്രയാസമൊന്നുമില്ല. നിരന്തരമായ പരിശീലനത്തിലൂടെ ഇടയ്ക്കിടയ്ക്ക് 2 റക്അത്ത് നമസ്കരിച്ച് മനസ്സാന്നിധ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് അതിലൂടെ മാധുര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ച് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു മർത്തബയാണത്.